ഹായ് ഓൾ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു യൂസ്ഫുൾ ആയിട്ടൊരു ആപ്പാണ്. അതൊരു ഓപ്പൺ സോഴ്സ് ഫ്രെയിം വർക്കാണ്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ജിയോ ടി വി എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മൊബൈൽ ഇതിലായിട്ട്. അപ്പം നമുക്കത് ഒരു എന്താ പറയുക, ആ ഒരു ഫ്രെയിം വർക്ക് നമ്മുടെ ലാപ്പിൽ നമുക്ക് റൺ ചെയ്യിച്ചിട്ട് നമ്മൾ ആ സെർവർ നമുക്ക് റൺ ചെയ്യിച്ചിട്ട് നമ്മുടെ വെബ് ജി യു ഐ ആയിട്ട് ഉം, നമുക്ക് വേണമെങ്കിൽ അത് വേറെ ടി വിയിലോട്ടോ സ്ക്രീൻ ഷെയറിങ് ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പ്. അപ്പം നമ്മൾ നോർമൽ ഇപ്പം ജി ടി വി നമുക്ക് വേറൊരു ഡിവൈസിലോട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഈ ഒരു ഫ്രെയിം വർക്കിൽ നമ്മുടെ എന്താ പറയണേ, ഇതൊരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളൊരു ഫ്രെയിം വർക്കാണ്. കുറേ ഡെവലപ്പേഴ്സ് ചേർന്നിട്ട് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്. നമ്മളതിൽ ലോഗിൻ ചെയ്ത് നമുക്ക് നമ്മുടെ അക്കൗണ്ട് അതിൽ ലോഗിൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ അക്കൗണ്ട് ഇതിൽ ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് തന്നെയാണ് എന്ത് ചെയ്യണം, നമ്മളത് യൂസ് ചെയ്യണത്. അപ്പോൾ വേറെ അഡീഷണൽ ആയിട്ടുള്ള ഇതൊന്നുമല്ല, ക്രാക്കോ കാര്യങ്ങളൊന്നുമല്ല. അപ്പം ആ ഒരു എന്താ പറയണേ, നമ്മുടെ ജിയോ ടി വിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷനിൽ നിന്നല്ലാതെ നമുക്ക് എന്താ പറയണേ, ഈ ഇൻ്റർനെറ്റ് ടി വി അങ്ങനെയുള്ള ഫെസിലിറ്റികൾ നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഇപ്പം ലാപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിലോ വെച്ചിട്ട് നമുക്കത് സ്ക്രീൻ ഷെയർ ചെയ്ത് നമുക്ക് സ്മാർട്ട് ടി വി ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇപ്പം നമുക്കറിയാം പലരും ക്രാക്ക്ഡ് വെർഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഡേഞ്ചറാണ്, കാരണം അതിനകത്ത് ബാക്ക് ഡോർസ് ഒക്കെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് ഫുള്ളി ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ഒരു കുറേ ഡെവലപ്പേഴ്സ് ചേർന്നിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫുള്ള് സോഴ്സ് കോഡ് നമുക്ക് ജിറ്റബിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ പ്രോബ്ലംസ് വരുന്നില്ല എന്നുള്ളത്. ഇപ്പം ഞാൻ ഓൾറെഡി ഇത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെമോയിൽ പോകാം. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബാറ്റ് ഫയലർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വിൻഡോസിൽ. ഇപ്പം നമ്മുടെ ജിയോ ടി വിയുടെ എന്താ പറയണത്, നമ്മുടെ വെബ് ജി യു ഐ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്കത് ഈ ഒരു വെബ് അഡ്രസ്സിൽ, നമുക്ക് ലോക്കൽ അഡ്രസ്സിൽ നമുക്കിത് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ലോക്കൽ അഡ്രസ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്താ ഇത് പ്ലേ ചെയ്ത് അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ചാനലുകളും ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ അത് പ്ലേ ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലേ ചെയ്യാത്തത്. ഒരുപാട് ചാനലുകളുണ്ട്, നമുക്കിവിടെ ഇങ്ങനെ സെലക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ നമ്മളത് ലോഗിൻ ചെയ്യണം. നമ്മുടെ ജിയോയുടെ നമ്പർ വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്താൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ലാംഗ്വേജസ്, കാറ്റഗറി, ക്വാളിറ്റി എല്ലാം നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പം ഇതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണിത്. ഇതിനകത്ത് ലൈസൻസ് കൊടുത്തേക്കുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ ആണിത്. ഇപ്പം കൊടുക്കുന്ന ഓപ്പൺ സോഴ്സ് ആൻഡ് ഫ്രീ ടു യൂസ് ആണ് കൊടുത്തേക്കണേ. അപ്പോൾ ഇത് ഇത്രയും ഡെവലപ്പേഴ്സാണ് ഇതിൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സാണ് ഇതിനകത്തുള്ളത്, ഡെവലപ്പേഴ്സ് ആൻഡ് കോൺട്രിബ്യൂട്ടേഴ്സ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ, ഇത് നമുക്ക് ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യാം, വിൻഡോസിൽ യൂസ് ചെയ്യാം, ലിനക്സിൽ യൂസ് ചെയ്യാം. എല്ലാ മൾട്ടി പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇതിനകത്ത് നിൽക്കാണ്ട് ഇത് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം ഇതിൻ്റെ ലിങ്ക്. ഒരു ജിറ്റബ് എക്സ്പ്ലോർ ചെയ്യണം. അതിൽ ഈ കോഡ്, ഇതിൻ്റെ ഫുൾ സോഴ്സ് കോഡ് കാര്യങ്ങളും അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കൊടുത്തിട്ടുണ്ട്. നമുക്കത് വെരിഫൈ ചെയ്യാം, സോഴ്സ് കോഡ് വെരിഫൈ ചെയ്തിട്ട്. പിന്നെ ഓൾറെഡി കമ്പൈൽഡ് വെർഷൻ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇപ്പം ഓൾറെഡി ഇപ്പം ലേറ്റസ്റ്റ് വെർഷൻ 3.163 ആണ് ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ആയിരിക്കുന്നത്. സെപ്റ്റംബർ 27, 2025 റിലീസ് ചെയ്തിരിക്കുന്ന വെർഷൻസ്. അതിനകത്ത് ഒരുപാട് ചേഞ്ച് ലോക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ബഗ് ഫിക്സിംഗ് ഒക്കെ ഉണ്ട്. ഇതെല്ലാ പ്ലാറ്റ്ഫോമിനും ഇത് അവൈലബിൾ ആണ്. ARM മൊബൈൽ പ്രോസസ്സറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ AMD64, പിന്നെ നമുക്ക് അങ്ങനെയുള്ള എല്ലാ എന്താ പറയുക, മൾട്ടി പ്ലാറ്റ്ഫോമിനുള്ള എല്ലാ കമ്പൈൽഡ് വെർഷനും ഇതിനകത്ത് അവൈലബിൾ ആണ്. നമുക്കിതിപ്പോൾ എക്സിക്യൂട്ടബിൾ ഫയൽസ് ആണ്. ഇനിയിപ്പോൾ നമുക്കിത് വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യണം, കമാൻഡ് ലൈൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. നമുക്ക്
ഗൈഡ് ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഗൈഡ് ഫുൾ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിൻഡോസിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഇതാണ് നമ്മൾ വിൻഡോസിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഇത് നമ്മൾ PowerShellൽ റൺ ചെയ്യുക. PowerShell ഓപ്പൺ ചെയ്ത് ഓൾറെഡി ഞാനത് റൺ ചെയ്തിട്ടുണ്ട്. നമുക്കിത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മളിതിൽ PowerShell നമ്മൾ എന്ത് ചെയ്യുക, റൺ ചെയ്യുക ഈ സ്ക്രിപ്റ്റ്. അപ്പോൾ ഇത് ഓൾറെഡി ഡൗൺലോഡായി. ഓൾറെഡി അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇത് ഡൗൺലോഡ് ആയിട്ട് ഇതിനകത്ത് ആയിട്ടുണ്ട്, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിൽ പോകണം. ഇതിൽ കണ്ടോ ബാറ്റ് ഫയൽ, ഈ ബാറ്റ് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിടണം. ഇതിനകത്ത് വേണ്ടി ഇത്രയും കാര്യങ്ങൾ, ഈ ബാറ്റ് ഫയൽ അത് ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ജിറ്റബിൽ ഇട്ടിട്ടുണ്ട്. ഓഡിയബിൾ എന്നുള്ള ആ ഒരു ജിറ്റബിൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, ബാച്ച് ഫയൽ സ്ക്രിപ്റ്റ് കിട്ടും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ സ്ക്രിപ്റ്റ് ഞാൻ എൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റ് നിങ്ങൾ സേവ് ചെയ്തിട്ട് ലാസ്റ്റിലെ എക്സ്റ്റൻഷൻ പാർട്ടി BAT എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയണേ ബാറ്റ് ഫയൽ വെയിറ്റ് ഞാൻ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നോട്ട് പാഡ് ++ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെയുള്ള എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ ബാക്കിയുള്ള ഇതിൽ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് സേവ് ചെയ്യുക, എടുക്കുക, റീനെയിം കൊടുക്കുക. ടെക്സ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ബാറ്റ് കൊടുക്കുക. ഓക്കെ, ബാറ്റ് ഫയലായി. ഇനി നമുക്ക് അതിൻ്റെ ഐക്കൺ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് അങ്ങനെ ചെയ്യണമെന്നില്ല. ഇവിടെ നേരെ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്താലും മതി. ഓക്കെ, ഇപ്പോഴും നമ്മൾ സ്ക്രിപ്റ്റ് റൺ ആയിട്ടുണ്ട്. നമുക്കത് ലിസൺ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, റിപ്ലൈ ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് ഇതിനകത്ത് ഇപ്പോൾ എല്ലാ ലിനക്സിനുള്ളതും വിൻഡോസിനുള്ളതും എങ്ങനെയാണെന്നുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും അതിൻ്റെ ഫയൽസും എല്ലാം ഈ പേജിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ആൻഡ്രോയിഡ് TV, വിൻഡോസ്. ആൻഡ്രോയിഡ് TVക്കും ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കേട്ടോ, ആൻഡ്രോയിഡ് TVക്ക്.
ജിയോ ആൻഡ്രോയിഡ് ടിവിയിലും ഗൂഗിൾ ടിവിയിലൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. അതിന് ഞാനിതിപ്പോൾ ആൻഡ്രോയിഡ് ടിവിയിൽ ഞാൻ സ്ക്രീൻ കാസ്റ്റ് വഴിയാണ് പരീക്ഷിച്ച് നോക്കിയത്. ഇനിയിപ്പോൾ ഞാൻ ആൻഡ്രോയിഡ് ടിവിയിൽ ഞാൻ നോക്കും, പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.